പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി പള്ളിയിലാണ്. ദേവാലയങ്ങളിൽ ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ദേവാലയങ്ങളിൽ ഏറ്റവും വലിയ സോളാർ പ്ലാന്റ് നമ്മുടെ പുതുപ്പള്ളി പള്ളിയിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. 125 കിലോ വാട്ട് ശേഷിയുള്ള സോളാർ പാനലുകളാണ് ഇന്നിവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് പത്രങ്ങളിലൊക്കെ ഇതിൻ്റെ വാർത്തകളൊക്കെ വന്നാണ്. അപ്പോൾ ഇതിൻ്റെ സോളാറിൻ്റെ കൺസൾട്ടൻ്റായിട്ട് ഇവിടെ വർക്ക് ചെയ്ത നമ്മുടെ ദേവിച്ചാൻ എൻ്റെ ഒരു സുഹൃത്തും കൂടെയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെ ദേവിച്ചാനോട് ചോദിച്ചൊന്ന് മനസ്സിലാക്കാം. ഇവിടെ മൊത്തം 222 സോളാർ പാനലുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ആകാശദൃശ്യം ഒന്ന് കാണാം. ആദ്യം പുതുപ്പള്ളി സെൻറ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ ഇനി സൗരോർജ പ്രഭയിൽ തിളങ്ങും. 125 കിലോ വാട്ട് ശേഷിയുള്ള ഓൺ ഗ്രിഡ് സൗരോർജ പ്ലാന്റാണ് പള്ളിയിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ദിവസവും 650 യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാവും. ശേഷിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ ആരാധനാലയങ്ങളിൽ ഏറ്റവും വലുതാണ് പുതുപ്പള്ളി പള്ളിയിലെ സോളാർ സംവിധാനമെന്നാണ് ഇതിൻ്റെ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഉദ്ഘാടനം ഈ മാസം 23-ാം തീയതി നടക്കും. ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ പള്ളിയിലെ ഓഫീസുമായിട്ട് നമുക്ക് ബന്ധപ്പെടാം. അപ്പം അവിടെ ട്രസ്റ്റിമാരുണ്ട്, വികാരി അച്ഛനുണ്ട്. അപ്പോൾ എല്ലാവരുമായിട്ട് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ മുഴുവനൊന്ന് ചോദിച്ചറിയാം. നമസ്കാരം. ഞാൻ മധുമീൻ കണ്ടായിരുന്നു. അപ്പോൾ നമസ്കാരം. നമ്മുടെ കേരളത്തിലെ എനിക്കൊന്ന് ഈ വാർത്ത കേട്ടിട്ട് ദേവാലയങ്ങളിലെ ഏറ്റവും വലിയൊരു പ്രോജക്റ്റാണ് പുതുപ്പള്ളി പള്ളി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി ഇതിൻ്റെ വിവരങ്ങളൊന്ന് അറിയുകയായിരുന്നെങ്കിൽ. പൗരസ്ത്യ ജോർജിയൻ തീർത്ഥാടന കേന്ദ്രമായ പുതുപ്പള്ളി പള്ളിയിലെ ഏകദേശം ഒരു മാസം 1,65,000 രൂപയോളം കറണ്ട് ചാർജ് നമ്മൾ കൊടുത്തുകൊണ്ടായിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഭീമമായ എമൗണ്ട് കൊടുക്കുന്നത് കൊണ്ട് പുതുപ്പള്ളി പള്ളിയുടെ മാനേജിംഗ് കമ്മിറ്റിയും പൊതുയോഗവും തീരുമാനമെടുത്തു, ഇവിടെ നമ്മൾ സൗരോർജ്ജ പദ്ധതി സ്ഥാപിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ എക്സ്പെൻസ് നമുക്ക് ഒഴിവാക്കാമല്ലോ എന്നുള്ള തീരുമാനത്തിൽ പൊതുയോഗം കൂടി. പൊതുയോഗം ഐക്യകണ്ഠ്യേന തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെക്കുറിച്ച് സോളാർ പദ്ധതി സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തു. അപ്പോൾ സ്റ്റഡി ചെയ്തപ്പോൾ അതിന് നല്ലൊരു എക്സ്പെർട്ടൈസായിട്ട് നമ്മുടെ റബ്ബർ ബോർഡിലെ ഡെപ്യൂട്ടി ഡയറക്ടറായി റിട്ടയർ ചെയ്ത കാര്യത്തിലുള്ള തോമസ് ബേബി സാർ എന്ന് പറയുന്ന ആളിനെ നമ്മൾ കോൺടാക്ട് ചെയ്യുകയും തോമസ് സാറിനെ നമ്മൾ കൺസൾട്ടൻ്റായിട്ട് വയ്ക്കുകയും വേണ്ട ഉപദേശങ്ങളെ എല്ലാം ക്രമീകരിച്ചുകൊണ്ട് അതിൻ്റെ ടെക്നിക്കൽ സ്റ്റഡി എല്ലാം നടത്തി ക്രമീകരിച്ച് ടെൻഡർ വിളിച്ച് നമ്മളെ പുതിയ ഇപ്പോഴത്തെ മാർക്കറ്റിലുള്ളതിന് ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായ സോളാർ പാനല്, അത് ബൈഫേഷ്യൽ ടോപ്പ് കോൺ ഹാഫ് കട്ട്, അതാണ് നമ്മൾ സ്ഥാപിച്ചിരിക്കുന്നത്. ടെൻഡർ കോൺട്രാക്ട് കൊടുത്തത് നമ്മുടെ കോട്ടയത്തുള്ള QRS കമ്പനിക്കാണ് കൊടുത്തത്. അത് നല്ല വിശ്വസ്തയോടെ അവരത് സ്ഥാപിച്ചു. അത് ടെസ്റ്റ് ചെയ്തു. ഏകദേശം എല്ലാ ദിവസവും 650 യൂണിറ്റിൽ കൂടുതൽ ഉൽപ്പാദന ശേഷിയുള്ള സോളാർ സിസ്റ്റമാണ് നമ്മളിപ്പോൾ പുതുപ്പള്ളി പള്ളിയിൽ സ്ഥാപിച്ചത്. പുതുപ്പള്ളി പള്ളിയുടെ പള്ളിയുടെ അനുബന്ധ കെട്ടിടങ്ങളിലും ഇപ്പോൾ ഈ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ പള്ളിയുടെ സ്കൂളായ ജോർജിയൻ പബ്ലിക് സ്കൂൾ പുതുപ്പള്ളി കവലയിലുള്ള പുരുഷൻ തൊട്ടി, ഈ സ്ഥാപനങ്ങളിലെയും ഇലക്ട്രിസിറ്റി ഇവിടുന്ന് ഈ സോളാർ സിസ്റ്റത്തിലേക്ക് ഉൾക്കൊള്ളിക്കാനായിട്ട് അതിൻ്റെ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സിസ്റ്റം ഇവിടെ നമ്മുടെ കേരളത്തിൽ തന്നെ ആരാധനാലയങ്ങളിലെ ഏറ്റവും കൂടുതൽ കപ്പാസിറ്റിയിൽ സ്ഥാപിച്ചിരിക്കുന്ന പുതുപ്പള്ളി പള്ളിയിലാണ് എന്നാണ് നമ്മൾ കരുതുന്നത്. അപ്പം ഈ സിസ്റ്റം ഇവിടെ സ്ഥാപിച്ചത് വളരെ നന്നായി. അതിലുപരിയായി എല്ലാ മാസവും 1,60,000 രൂപയിൽ കൂടുതൽ നമുക്ക് ലാഭമായി വരുന്നു. ഇതിൻ്റെ മുടക്കുമുതൽ ഏകദേശം 2.5 വർഷത്തിനുള്ളിൽ അത് നമുക്ക് തിരികെ ലഭിക്കും. പിന്നെ പള്ളിയുടെ എല്ലാ സിസ്റ്റംസും, അതായത് ലൈറ്റിംഗ് സിസ്റ്റം, ഓഡിറ്റോറിയം, ഓഫീസസ്, അനുബന്ധ കെട്ടിടങ്ങൾ, വാട്ടർ ഫൗണ്ടൻ,
ഇതിലേക്കുള്ള എല്ലാ സപ്ലൈയും ഇതിൽ നിന്ന് തന്നെ നമ്മൾ ഇനി ഫീഡ് ചെയ്ത് പോകുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും ഈ സോളാർ പ്ലാന്റ് ഇവിടെ സ്ഥാപിച്ചത് പുതുപ്പള്ളി പള്ളിക്ക് ഒരു വലിയ അനുഗ്രഹമായി, അത് ദൈവത്തിൻ്റെ വലിയൊരു കൃപയായി ഞങ്ങൾ കരുതുന്നു, വിശ്വസിക്കുന്നു. ഒരു മാസം ഏകദേശം പള്ളിക്ക് ഇലക്ട്രിസിറ്റി എന്ത് എമൗണ്ട് ആകുന്നുണ്ടായിരുന്നു? 1,65,000 കൂടുതലാവുന്നുണ്ടായിരുന്നു. ഒരു മാസം അല്ലേ? ഒരു മാസം 1,65,000 രൂപയിൽ കൂടുതലാവുകയാണ്. പിന്നെ ഇപ്പം പള്ളിയിലെ മുഴുവൻ സോളാറിലായിരിക്കും അല്ല? കംപ്ലീറ്റ് സിസ്റ്റം, കംപ്ലീറ്റ് ഇലക്ട്രിക്കൽ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് സോളാർ സിസ്റ്റത്തിലായിരിക്കും. ശരിയാണ്. താങ്ക് യു. നമ്മുടെ ഈ സോളാർ പാനൽ ഇത് ഇപ്പോൾ എവിടെയൊക്കെ സ്ഥാപിച്ചിരിക്കുന്നത്? ഇവിടെ പള്ളിയുടെ വലതുവശത്തുള്ള ഹാളിൻ്റെ മേൽവശത്ത് റൂഫിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അത് 125, അത് 75 കിലോ വാട്ട്സിൻ്റെ ആണ്. എത്ര ഇതാ പാനല്? ടോട്ടല് അവിടെ 133, ബാക്കി ഈ കെട്ടിടത്തിന്റെ മേളിലും മൊത്തം 222 പാനല്ലേ? മൊത്തം 222 പാലം സ്ഥാപിച്ചിരിക്കുന്നു. നമ്മളെ സഭയുടെ ഒരു പ്രൊക്ലമേഷൻ അനുസരിച്ച് നമ്മൾ നോക്കുമ്പോൾ സൗരോർജ്ജ പ്ലാന്റ് സ്ഥാപനത്തിലൂടെ ഹരിത നോമ്പ്, അതായത് 50 നോമ്പ് കാലം ഹരിത നോമ്പ് കാലമായിട്ട് ആചരിക്കുന്നതെന്ന് സഭയുടെ ഒരു ആഹ്വാനമുണ്ട്. ആ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ പള്ളിയിൽ ഈ സോളാറിലേക്ക് നമ്മൾ മാറുന്നത് വളരെ അത്ഭുതമായി വന്നിരിക്കുകയാണ്. അതോടൊപ്പം നമ്മൾ 1,60,000 രൂപ ഒരു മാസം നമ്മൾ കല്യാണ പള്ളിക്കും ഈ ബിൽഡിങ്ങിനൂടെ ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ അതിൽ നിന്നും പള്ളിക്ക് ഒരു മോചനമായി. കാരണം ഇത് പൊതുയോഗത്തിൻ്റെയും മാനേജിംഗ് കമ്മിറ്റിയുടെയും ഇതിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് നടന്നൊരു സംഭവമാണ്. അത് വളരെ അർത്ഥവത്തായി എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് കറണ്ട് പുറത്തോട്ട് കൊടുക്കാൻ, അതായത് KSEBക്ക് കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഒത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ട് വരുന്ന, അതുപോലെ നമ്മുടെ കുരിശടിയുടെ എല്ലാം കുരിശടി വരും. പള്ളിയുടെ പേരിൽ കോട്ടയത്തോ കേരളത്തിലോ എവിടെയെങ്കിലും ഒരു പ്രസ്ഥാനമുണ്ട്, പുതുപ്പള്ളിപ്പള്ളിയുടെ പേരിലുണ്ടെങ്കിൽ അത് മുഴുവൻ തന്നെ അണ്ടറി വരും. ആ രീതിയിലാണ് അത് നമ്മൾ മാനേജ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് കൂടാതെ ഇതിനകത്ത് നമുക്ക് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളുണ്ടല്ലോ, കൂടുതലായി ഉപയോഗം ആവശ്യമായി വരുന്ന ഭാവിയിൽ ഉണ്ടാകാനുള്ള ഊർജ്ജ പ്രതിസന്ധിയിൽ നിന്ന് നമുക്കൊരു രക്ഷ ലഭിക്കാം. ഇപ്പൊ ഈ ഇലക്ട്രിസിറ്റി ഒക്കെ ആണെങ്കിൽ തന്നെ കുറച്ച് നാൾ കൊണ്ട് കഴിയുമ്പോഴത്തേക്ക് എമൗണ്ട് കൂട്ടും. മാത്രമല്ല അത് ലഭിക്കാനും ബുദ്ധിമുട്ടായിട്ട് വരും. അത്യാവശ്യ സമയങ്ങളിൽ നമ്മൾ പിന്നെ വേറെ മാർഗങ്ങൾ തേടേണ്ടി വരും. ആ സമയത്ത് ഇതാണെങ്കിൽ ഇത് നമുക്കിപ്പോ ഈ മുടക്ക് മുതൽ ഇതിൽ വന്നിരിക്കുന്നത് അത് മാത്രമേ ഉള്ളൂ. അത് നമുക്കൊരു 2.5 വർഷം കൊണ്ട് ഇത് മുതലാവും. 2.5 വർഷം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ലാഭത്തിലേക്കാണ് പിന്നെ പോകുന്നത്. അതിനകത്ത് നമുക്ക് എല്ലാം എക്സ്പെൻസ് അതിൽ നിന്ന് തീരും. അത് നമുക്കിതിവിടെ ഇറക്റ്റ് ചെയ്ത് തന്നത് QRS കോട്ടയമാണ്. വളരെ ഭംഗിയായിട്ട് ആ കാര്യങ്ങളൊക്കെ അവർ നിർവഹിച്ചു. അതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്. പറഞ്ഞ ടൈമിനുള്ളിൽ തന്നെ അവരെ കാര്യങ്ങൾ സാധിച്ചു തന്നു. പിന്നെ ഇതിന് നമുക്ക് ഹെൽപ്പായിട്ടുണ്ടായിരുന്നത് സോളാർ കൺസൾട്ടന്റ് ഡോക്ടർ തോമസ് ബേബി, റിട്ടയർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ റബ്ബർ ബോർഡ്. അദ്ദേഹത്തിൻ്റെ സേവനം വളരെ സ്തുത്യർഹമായിരുന്നു. കാരണം നമ്മളെക്കാളും ഒരു സ്വന്തം പ്രസ്ഥാനം നടത്തിക്കൊണ്ട് പോകുന്ന ഒരു വലിയ അദ്ദേഹം വളരെ ഇനീഷ്യേറ്റീവ് എടുത്തു. വളരെ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നല്ല ഇനീഷ്യേറ്റീവ് എടുത്ത് ഭംഗിയായിട്ട് ഓരോ പോയിന്റിലും അദ്ദേഹത്തിൻ്റെ മേൽനോട്ടം ഉണ്ടായിരുന്നു. അത് നമുക്ക് പള്ളിക്ക് വളരെ അനുകൂലമായിരിക്കുക. പിന്നെ ഊർജ്ജ പ്രതിസന്ധി രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ സാധ്യമായ മേഖലകളിലെല്ലാം സൗരോർജ്ജം ഉപയോഗിക്കുന്ന കൂട്ടായ ശ്രമങ്ങൾ ആവശ്യമാണ്. പുതുപ്പള്ളിപ്പള്ളിയെ മാതൃകയാക്കി ആരാധനാലയങ്ങൾ മുന്നോട്ട് പോകണമെന്നാണ് നമുക്ക് നിർദ്ദേശിക്കാറുള്ളത്. അതെ, ഇത് കണ്ടു കഴിയുമ്പോൾ മറ്റുള്ളവർക്കെല്ലാം ഒരു പ്രചോദനമാവില്ല. അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ തന്നെ പ്രതിസന്ധികൾ മാറിപ്പോകും. നമസ്കാരം. ഉപയോഗിച്ചാണല്ലോ ഇതിൻ്റെ കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് നമുക്ക് മറ്റുള്ള ആൾക്കാർക്കെല്ലാം ഇതൊരു പ്രയോജനമാവുമല്ലോ. അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാം. വിനോദ്, ശരിക്കും പറഞ്ഞാൽ പുതുപ്പള്ളി സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ചിൻ്റെ ഈ 125 കിലോ വാട്ട് സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് എന്നെ ഒരു കൺസൾട്ടൻ്റായിട്ട് അവർ നിയമിച്ചപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. കാരണം ഇത്രയും വലിയൊരു പ്രോജക്റ്റിൽ എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റിയെന്നുള്ളതാണ്. കാരണം ഒഫീഷ്യൽ ലെവലിൽ റബ്ബർ ബോർഡിൽ സിമിലർ സോളാർ സിസ്റ്റം ഞാൻ വെച്ചിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളും കപ്പാസിറ്റി കൂടിയൊരു സിസ്റ്റമാണ് ഇവിടെ ഇപ്പം വെച്ചിരിക്കുന്നത്. അതിൻ്റെ തുടക്കം മുതൽ തന്നെ ഉള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 3 മാസക്കാലമായിട്ട് ഇതിൻ്റെ പ്രവർത്തനത്തിലായിരുന്നു. ആദ്യം ഞങ്ങൾ ചെയ്തത് നമ്മുടെ എക്സിസ്റ്റിംഗ് ഇവിടെ പുതുപ്പള്ളി പള്ളിയുടെ ഒരു ട്രാൻസ്ഫോർമറാണ്, എക്സ്ക്ലൂസീവ്ലി ഫോർ പുതുപ്പള്ളി പള്ളി.
അത് 250 കിലോവാട്ടിൻ്റെ പുതിയൊരു ട്രാൻസ്ഫോർമർ അവിടെ സ്ഥാപിച്ചു. അത് പള്ളത്തു നിന്നുള്ള എഞ്ചിനീയറിംഗ് ഗ്രൂപ്പാണ് ചെയ്തത്. അവിടെ തുടങ്ങിയിട്ടുള്ള അതിൻ്റെ കേബിളിംഗ് വർക്ക്. പിന്നെ 2 സൈഡിലായിട്ടാണ് നമ്മുടെ ഈ സോളാർ സിസ്റ്റം വെച്ചിരിക്കുന്നത്. അതിൻ്റെ പാനൽസ് അത് പറഞ്ഞ പോലെ ബൈഫേഷ്യൽ ടോപ്പ് കോൺ പാനൽസാണ്. ഏറ്റവും ആധുനികമായ ടെക്നോളജി ഡെവലപ്മെൻറ്റിലൂടെ പുറത്തു വന്നിട്ടുള്ള പാനൽസാണ് നമ്മൾ ഈ പള്ളിയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. QRS ആണ് ഇത് നമ്മുടെ ഇതെല്ലാം. ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് നമ്മൾ കൊട്ടേഷൻ ഇൻവൈറ്റ് ചെയ്ത്, അതായത് എലിമിനേഷൻ റൗണ്ട് കഴിഞ്ഞിട്ട് അവരെയാണ് നമ്മൾ സെലക്ട് ചെയ്ത് അവരാണ് ഈ സിസ്റ്റം വെച്ചിരിക്കുന്നത്. സാധാരണ ഈ QRS ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് അങ്ങനെ ആർക്കും അങ്ങനെ അറിയത്തില്ല. വിനോദ് പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നേരത്തെയൊക്കെ നമ്മുടെ അറിവിൽ ഇപ്പോൾ AC അല്ലെങ്കിൽ ഫ്രിഡ്ജ് അങ്ങനെയുള്ള അനുബന്ധ സാധനങ്ങൾ വിൽക്കുന്ന ഒരു ഗ്രൂപ്പായിട്ടാണ്. പക്ഷെ അവർ കഴിഞ്ഞ 7 വർഷമായിട്ട് ദിനേശ് എന്ന് പറയുന്ന ഒരാൾ എക്സ്ക്ലൂസീവായിട്ട് സോളാർ സിസ്റ്റത്തിലുള്ള ഇൻസ്റ്റലേഷനുമായിട്ട് ബന്ധപ്പെട്ട് അവർ പോസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലൊരു ടീമാണ് ഇത് ചെയ്യുന്നത്. അവർ കോട്ടയം ചെറിയ പള്ളിയിൽ നമ്മളെക്കാളും ചെറിയ സിസ്റ്റമാണ് അവിടെ വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഇൻസ്റ്റലേഷനും QRS ചെയ്തത്. അപ്പം ഞങ്ങൾ അവരുടെ അനുബന്ധ വലിയ ഇൻസ്റ്റലേഷൻസൊക്കെ പോയി ആദ്യം ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്തത്. അപ്പം ഞാൻ മുമ്പേ പറയാൻ ശ്രമിച്ചത് ഈ നമ്മൾ വെച്ചിരിക്കുന്ന പാനൽ ഡബിൾ സൈഡഡ് പാനലാണ്. അപ്പം നമ്മൾ നോർമൽ വേയിലുള്ള പാനലിൻ്റെ ഫേസിൽ നിന്ന് കിട്ടുന്നത് കൂടാതെ അതിൻ്റെ അടിഭാഗത്തു നിന്നും 30% അഡീഷണലായിട്ട് കിട്ടും. അതുകൊണ്ടാണ് നമുക്ക് ഈ ടോട്ടൽ 125 കിലോവാട്ടിൻ്റെ ടോട്ടൽ 650 യൂണിറ്റ്സ് ബ്രൈറ്റ് സൺലൈറ്റ് ഉള്ള ദിവസങ്ങളിൽ നമുക്ക് കിട്ടും. അപ്പോൾ പള്ളിയെ സംബന്ധിച്ച് ഓൾറെഡി എനിക്ക് മുമ്പ് സംസാരിച്ച ഫിലിപ്പോസ് സാറും അതുപോലെ മാത്യു സാറും പറഞ്ഞതാണെങ്കിലും പള്ളിയെ സംബന്ധിച്ച് 1,65,000 രൂപയായിരുന്നു ഓരോ മാസവും കൊടുത്തുകൊണ്ടിരുന്നത്. അത് പെരുന്നാൾ മുതലായ പ്രത്യേക ഫംഗ്ഷനുള്ള സമയത്ത് അത് ഭയങ്കരമായിട്ട് എക്സിഡ് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമ്മുടെ കറണ്ട് ബില്ല് ഇനിയുള്ള അവസരത്തിൽ മീറ്റർ ചാർജ് പ്ലസ് ഫിക്സഡ് ചാർജ് എന്ന് പറയുന്ന ഒരു ചെറിയ എമൗണ്ടേ വരുള്ളൂ. കൂടാതെ നമ്മുടെ ഇവിടുത്തെ എക്സസ് പ്രൊഡക്ഷൻ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പുതുപ്പള്ളി പള്ളിയുടെ തന്നെയുള്ള ജോർജിയൻ പബ്ലിക് സ്കൂള്, അതുപോലെ തന്നെ 3 കുരിശടികൾ പുതുപ്പള്ളി ജംഗ്ഷനിലുള്ളത്, നമ്മുടെ പുതുപ്പള്ളി പള്ളിയുടെ മുൻവശത്തുള്ള കുരിശടി, അതുപോലെ തന്നെ കൊച്ചാലിമൂട്ടിലുള്ള കുരിശടി, ഈ 3 കുരിശടികളിലെയും ഇലക്ട്രിസിറ്റി ബില്ല് ഇതിൽ നിന്ന് തന്നെ മൈനസ് ചെയ്തു പോകുന്ന രീതിയിലുള്ള എഗ്രിമെൻറ്റ് KSEB ആയി സംസാരിച്ച് കഴിഞ്ഞു. ആ തരത്തിലും നമുക്ക് ഇത് ഇനീഷ്യൽ എക്സ്പെൻഡിച്ചർ കൂടുതലാണെങ്കിലും 2.5 വർഷം കൊണ്ട് നമ്മൾ മുടക്കിയ ഈ പൈസ തിരിച്ചു പിടിക്കാനാവും. ആ തരത്തിലാണ് ഇതിനെ കാണേണ്ടത്. നല്ലൊരു സിസ്റ്റമാണ് വെച്ചിരിക്കുന്നത്. ഇപ്പം ഈ ഞായറാഴ്ച 23-ാം തീയതി ആണ് ഇത് ഔപചാരികമായിട്ട് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുക. ഇത് മൊത്തം 222 പാനലല്ലേ വെച്ചിരിക്കുന്നത്? മൊത്തം 222 പാനൽ. ഒരു പാനൽ എത്ര വാട്ട്സ്? ഒരു പാനൽ 570 വാട്ട്സാണ്. അപ്പം അറിഞ്ഞിരിക്കേണ്ടത്, നമ്മൾ ആ പുതുപ്പള്ളി പള്ളിയുടെ മെയിൻ പള്ളിയുടെ ചെരുവിൽ നമ്മൾ 133 പാനൽസാണ് വെച്ചിരിക്കുന്നത്. ഇപ്പുറത്തുള്ള നമ്മുടെ ഈ ഓഫീസ് കോംപ്ലക്സിൻ്റെ അവിടെ 89 പാനലുകളാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെയാണ് 222 പാനൽ. അത് ഓരോ പാനലും മുമ്പ് പറഞ്ഞതുപോലെ 570 വാട്ട്സിൻ്റെയാണ്. അത് വരുമ്പോഴത്തേന് 125 കിലോവാട്ടിൻ്റെ മുകളിൽ വരും ആ പാനലിൻ്റെ അതിനുള്ള പ്രൊഡക്ഷൻ. ഇപ്പം നന്നായിട്ട് ട്രയൽ റണ്ണിൽ ഇട്ടിരിക്കുകയാണ്, നന്നായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. ഇത് പാനലിൻ്റെ ആയുസ് 25 വർഷത്തേക്കാണ് ലൈഫ്. അത് ഓരോ 10 വർഷം കഴിയുമ്പോൾ നമ്മുടെ മനുഷ്യൻ്റെ കാര്യം പറയുന്ന പോലെ 10% വെച്ച് അതിൻ്റെ എഫിഷ്യൻസി കുറയും. അതായത് ആദ്യത്തെ 10 വർഷം 90% എഫിഷ്യൻസി, അടുത്ത 10 വർഷം 80%, പിന്നത്തെ 10 വർഷം 70%. അതായത് മൂന്നാമത്തെ ഞാൻ പറഞ്ഞ സെക്ടറിൽ. അങ്ങനെയാണ് അതിൻ്റെ ജനറലായിട്ടുള്ളത്. അത് എന്തായാലും 25 ഇയേഴ്സ് പെർഫോമൻസ് വാറണ്ടി സോളാർ പാനൽസിനുണ്ട്. ഇതിന് മൊത്തം എമൗണ്ട് ഏകദേശം അങ്ങനെ അതിൻ്റെ ഒരു സ്പ്ലിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ QRS കോട്ടയത്തിന് 44 ലക്ഷം രൂപയാണ് ഈ പ്രോജക്റ്റിന് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു, നമ്മുടെ പള്ളിയുടെ സെമിത്തേരിയുടെ സൈഡിൽ പള്ളിയുടേതായ പുതിയൊരു ട്രാൻസ്ഫോർമർ നമ്മൾ 250 കിലോവാട്ടിൻ്റെ വെച്ചു. അത് തന്നെ 5 ലക്ഷം രൂപയായി. പിന്നെ അനുബന്ധ കേബിള്, ഇലക്ട്രിക്കൽ വർക്കുകളൊക്കെ ഒത്തിരി വന്നു. എല്ലാം കൂടെ കൂടി ടോട്ടൽ പ്രോജക്റ്റിന് ഏകദേശം 65 ലാക്സോളം വന്നിട്ടുണ്ട്. 65 ലക്ഷം രൂപയാണ്.
ഇത് മറ്റുള്ള പള്ളിയിലും ദേവാലയ ഈ ആരാധനാലയങ്ങൾക്കൊക്കെ ഇതൊരു വലിയൊരു പ്രചോദനമാകും. കാരണം ഇപ്പോഴത്തെ വലിയൊരു പ്രതിസന്ധിയാണ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്, ഓരോ വർഷം ചെല്ലുന്നതോറും കൂടിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അപ്പോൾ ഇതൊരു നല്ലൊരു പ്രൊജക്റ്റായിട്ട് തന്നെ നമുക്ക് കരുതാം അല്ലേ? തീർച്ചയായിട്ടും പറയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ റെഗുലേറ്ററി കമ്മീഷൻ ഓരോ വർഷവും നമ്മുടെ ഈ താരിഫ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അതിൽ അല്ലാതെ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അപ്പം ഇങ്ങനെയുള്ള സിസ്റ്റം വെച്ചിട്ടുള്ള പള്ളികളായിക്കോട്ടെ, സ്ഥാപനങ്ങളായിക്കോട്ടെ, ഇൻഡിവിജ്വൽസ് ആയിക്കോട്ടെ, വീടുകളായിക്കോട്ടെ, അവരെ സംബന്ധിച്ച് അവർക്കൊരു വിഷയം വരുന്നില്ല. ഈ ഓരോ യൂണിറ്റിനുള്ള ചെറിയ വർധന അവരെ സംബന്ധിച്ച് ബാധിക്കുന്നില്ല. കാരണം നമ്മളെന്തായാലും വീടുകളിൽ ഉൾപ്പെടെയുള്ളൊരു എക്സസ് എനർജിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് KSE ബോർഡ്, ഇലക്ട്രിസിറ്റി ബോർഡ് ചെയ്യുന്നത് വൺ ടൈം സെറ്റിൽമെൻ്റ് ആണ്. ഓരോ വർഷവും മാർച്ച് മാസം 31-ാം തീയതി എക്സസ് എനർജിയുടെ ഇലക്ട്രിസിറ്റിയുടെ അവർ യൂണിറ്റ് എടുത്തിട്ട് അതിന് ഏകദേശം 3 രൂപ 10 പൈസ വെച്ച് ഗുണിച്ച് നമുക്ക് പൈസ നമ്മുടെ ബാങ്കിലേക്ക് ക്രെഡിറ്റ് ചെയ്യും. അത് ഈ പറഞ്ഞ നമ്മുടെ പള്ളിക്ക് കിട്ടും, എന്തെങ്കിലും മറ്റ് വീടുകളിലുള്ള സംവിധാനത്തിനും ഇത് കിട്ടുന്നു. അതൊരു വലിയ ഒരു ഇൻസെൻറ്റീവായിട്ട് കിട്ടുന്നു, നല്ലതാണ്. അതോടൊപ്പം തന്നെ ഈ പള്ളിയുടെ പേരിലുള്ള മറ്റുള്ള എല്ലാത്തിനും ഇത് ബാധകമായിരിക്കും അല്ലേ? ഈ പള്ളിയുടെ പേര് മറ്റിപ്പം കുരിശടിക്കെല്ലാം കിട്ടുന്നത്. തീർച്ചയായിട്ടും. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ 125 കിലോവാട്ടിൽ നിന്ന് ഞാൻ മുമ്പ് സൂചിപ്പിച്ചു 650 യൂണിറ്റാണ് ഒരു ദിവസം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ച് എക്സസ് ആണത്. അപ്പം അത് ഈ കുരിശടിക്കും ഈ പറഞ്ഞ ജോർജിയൻ സ്കൂളിൻ്റെ ആ ബില്ലിൽ കുറച്ചാൽ പോലും നമുക്ക് എക്സസ് പ്രൊഡക്ഷൻ കിട്ടും. അത് മാർച്ച് 31-ന് പള്ളിയുടെ അക്കൗണ്ടിലേക്ക് അതിൻ്റെ പൈസ റിഫ്ലക്റ്റ് ചെയ്യും. അതെല്ലാ വർഷവും അവർ കൃത്യമായിട്ട് KSEB തരുന്നുണ്ട്. ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ദേവാലയങ്ങൾ, ആരാധനാലയങ്ങൾ, അതുപോലെ അനുബന്ധ സ്ഥാപനങ്ങളുമൊക്കെ ഇതേ മാർഗം പിന്തുടരുന്നത് എന്തായാലും നല്ലതാണ്. ഇപ്പം തന്നെ കൂടുതൽ എല്ലാവരും സോളാറിലേക്ക് മാറിയിട്ടുണ്ട് വന്നുകൊണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആദ്യമൊക്കെ എനിക്കും ഒരു ഫീഡ്ബാക്ക് കിട്ടുമായിരുന്നു, ആളുകൾക്കൊക്കെ ഒരു ധൈര്യം കിട്ടുന്നില്ലായിരുന്നു. ഒന്ന്, രണ്ടാമത് ഇത് ശരിയായിട്ട് പോകുമെന്നുള്ളതൊക്കെ സംശയമുണ്ടായിരുന്നു. ഇപ്പം ആളുകൾക്ക് ആ സംശയമൊക്കെ മാറിയിട്ടുണ്ട്. പലരും ഇതിലേക്ക് ഇത് നല്ല രീതിയിൽ കാണുകയും മുന്നോട്ട് വരികയും ചെയ്യും. ശരിക്കും ആൾക്കാർക്ക് വ്യക്തമായിട്ടുള്ള അറിവ് കിട്ടാത്തതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ അനേട്ടിൻ്റെ MNREയുടെ കോൺടാക്ട് ക്ലാസ്സിലൊക്കെ ഞങ്ങളൊക്കെ പ്രതിദാനം ചെയ്യുമ്പോൾ ഞങ്ങളിത് വളരെ കൃത്യമായിട്ട് പറയാറുണ്ട്. അപ്പോൾ പലരും ചോദിക്കാറുണ്ട്, ഈ KSEB ഒക്കെ നിങ്ങൾ പറയുന്ന പോലെ മാർച്ച് 31-ന് ഈ എക്സസ് പ്രൊഡക്ഷൻ്റെ പൈസ ബാങ്ക് അക്കൗണ്ടിലേക്ക് തരുമോയെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ കൃത്യമായിട്ട് ഞാൻ അതിൻ്റെ റെസിപ്റ്റ് കൊണ്ടുപോയി കാണിക്കാറുണ്ട്. അപ്പോൾ അത്ഭുതത്തോടെയാണ് പലരും കാണാറുള്ളത്. പക്ഷെ ഇപ്പോൾ ആളുകൾ അതല്ല, അവർക്ക് മനസ്സിലായി ഇതിനകത്ത് ഒരു നല്ലൊരു സംവിധാനമാണ്. ഇത് നമ്മൾ എത്രയും വേഗം ഇതിൽ പെടുന്നതാണ് നല്ലതെന്നുള്ളത്. പിന്നെ വിനോദം അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനമായൊരു സംഗതിയാണ്, അത് എല്ലാവരും അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ട്രാൻസ്ഫോർമറിൽ നിന്നായിരിക്കും നിങ്ങളുടെയൊക്കെ വീട്ടിലേക്കുള്ള സപ്ലൈ വരുന്നത്. അപ്പോൾ ഒരു ട്രാൻസ്ഫോർമറിൻ്റെ ഇപ്പോഴത്തെ സ്റ്റേജിൽ മാക്സിമം 90% കപ്പാസിറ്റിയിലുള്ള കണക്ഷൻസ് ഈ പറഞ്ഞ സോളാർ ഓൺ ഗ്രിഡ് കണക്ഷൻസേ കൊടുക്കുകയുള്ളൂ. ഞാൻ പറയുന്നത് ക്ലിയർ ആണ്. അതായത് ഒരു സമയം കഴിയുമ്പം ആരെങ്കിലും ചെന്ന് ഓഫീസിൽ ചെന്ന് പറയുക എനിക്ക് ഓൺ ഗ്രിഡ് വേണമെന്ന് പറയുമ്പോഴത്തേന് അവർ പറയും, സോറി, ഞങ്ങളുടെ ട്രാൻസ്ഫോർമറിൻ്റെ കപ്പാസിറ്റി എക്സീഡ് ചെയ്ത് ഇനിയും അഡീഷണൽ കണക്ഷൻസ് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ ട്രാൻസ്ഫോർമറിൻ്റെ കപ്പാസിറ്റിയുടെ മാക്സിമം 90% വരെ ഇവർക്ക് കണക്ഷൻസ് കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത്, എത്രയും വേഗം നിങ്ങളിത് പഠിക്കുക, മനസ്സിലാക്കുക, നിങ്ങളുടെ ചുറ്റുപാടുകളുള്ള വെച്ചിരിക്കുന്ന ഇൻസ്റ്റലേഷൻസിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് ഇതിൽ താല്പര്യമുണ്ടെങ്കിൽ എത്രയും വേഗം പെടുന്നത് നല്ലതാണ്. കാരണം നമ്മുടെ റൂഫ് ടോപ്പ് ഇൻഡിവിജ്വൽസിൻ്റെ വീടുകളിലെ സോളാർ സംവിധാനത്തിൽ 3 കിലോവാട്ടിന് മുകളിലായി കഴിഞ്ഞാൽ 78,000 രൂപ സബ്സിഡി ഇനത്തിൽ തന്നെ നമുക്ക് തിരിച്ചു ലഭിക്കും. അപ്പം അതൊരു നല്ല ഇതാണ്, ഗവൺമെൻറ് പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഒരു നല്ല കാര്യമാണ്. 78,000 രൂപ സബ്സിഡി തരിക എന്നുള്ളത്. അപ്പം അത് അവൈൽ ചെയ്യുക. അതിപ്പോഴിപ്പോൾ പദ്ധതി ഉള്ളതാണ്, നിലവിലുള്ളതാണ്. അത് തന്നെയല്ലേ ഇപ്പോഴത്തെ ഗവൺമെന്റ് എനിക്ക് തോന്നുന്നു കൂടുതൽ ഇത് ചെയ്യാൻ വേണ്ടി ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് ഞാനിപ്പോൾ ഈ പറഞ്ഞ 78,000-ന്റെ സെൻട്രലിന്റെ പദ്ധതിയാണ്, പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള ഒരു പ്രോജക്റ്റിന്റെ ആനുകൂല്യമാണ്. ഇതിപ്പോൾ ധാരാളം ആൾക്കാർ ഇതിലേക്ക് വരികയും, അതായത് വിതിൻ 2 വീക്സിലൊക്കെ അവരുടെ അക്കൗണ്ടിലേക്ക് 78,000 റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. കാരണം ആദ്യം നമ്മൾ ഫുൾ എമൗണ്ട് ആണ് കമ്പനിക്ക് അടയ്ക്കേണ്ടത്. 1 മാസത്തിനകം ആണ് അവർ പറയുന്നത് 79,000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചു വരുമെന്നുള്ളത്. അത് കൃത്യമായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പം അങ്ങനെ നല്ല രീതിയിലാണ് ഞാനിതിനെ കാണുന്നത്. അപ്പോൾ ഇത്രയും വിലപ്പെട്ട വിവരങ്ങൾ തന്നതിന് വളരെയേറെ നന്ദി. നന്ദി. ആയിക്കോട്ടെ, താങ്ക് യു. ശരി.
പൗരസ്ത്യ ജോർദിയൻ തീർത്ഥാടന കേന്ദ്രമായ പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയുടെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ് 2024-25. വ്യത്യസ്തങ്ങളായ അതേസമയം ഇടവകയ്ക്കും പൊതുസമൂഹത്തിനും പ്രയോജനപ്രദവും മാതൃകാപരവുമായ അനേക കാര്യങ്ങൾ നിർവഹിക്കുവാൻ സാധിച്ചു. അത് ദൈവത്തിൻ്റെ കരുണയാണ്, പരിശുദ്ധനായ ഗീവർഗീസിന്റെ മധ്യസ്ഥതയാണ്. ഈ പുതുപ്പള്ളി പള്ളിയെ സംബന്ധിച്ച് പൗരാണികതയും അതേസമയം ഉത്തരാധുനികതയും ഇത് രണ്ടും സമഞ്ജസമായി സമന്വയിക്കുന്ന ഒരു സ്ഥലമാണ്. കൊടൂരാറ്റിൽ നിന്ന് കടവ് കയറി 18 പടികൾ കടന്ന് ദേവാലയത്തിലേക്ക് എത്തിച്ചേരുന്നു എന്ന് പറയുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പള്ളിയുടെ പഴമ വിളിച്ചോതുന്നു. തദവസരത്തിൽ തന്നെ ഏറ്റവും ആധുനികമായ ഒരു സോളാർ സിസ്റ്റം വളരെ മികച്ച രീതിയിലൂടെ പ്രവർത്തിക്കുന്നു. വലിയ നോയമ്പിനോടനുബന്ധിച്ച് അത് ഉദ്ഘാടനം ചെയ്യുവാൻ സാധിക്കുന്നു എന്നത് വലിയൊരു നിയോഗമാണ്. കാരണം ഈ വർഷം മലങ്കര ഓർത്തഡോക്സ് സഭ വലിയ നോയമ്പിനെ ഒരു ഹരിത നോമ്പായി ദർശിക്കുന്നു. ആദ്യത്തെ ഒരാഴ്ച എല്ലാ ജലാശയങ്ങളെയും ശുദ്ധീകരിക്കുക എന്നതായിരുന്നു. എന്ന് വെച്ചാൽ ജലാശയങ്ങൾ വൃത്തിയാക്കി ജലാശയങ്ങളിലെ മലിനങ്ങൾ മാറ്റി അത് മനുഷ്യനെ ഉപയോഗപ്രദമാക്കി തീർക്കുക. ആ കൂട്ടത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നൂതന ഊർജ സങ്കേതങ്ങൾ. അത് പ്രകൃതിയോട് ഇണങ്ങുന്ന രീതിയിൽ, പ്രകൃതിയുടെ നിലനിൽപ്പിന് ചൂഷകമാകാത്ത രീതിയിൽ ആധുനികമായിട്ടുള്ള ഊർജ സ്രോതസ്സുകൾ തേടുകയെന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ സൗരോർജ പ്ലാന്റ്. ദേവാലയത്തിന് മാത്രമല്ല, അനുബന്ധ സ്ഥാപനങ്ങൾക്കും വൈദ്യുതി ലഭിക്കത്തക്ക രീതിയിൽ 120 മെഗാവാട്ടിൻ്റെ വളരെ മനോഹരമായ അതേസമയം പ്രയോജനകരമായ ഒരു പദ്ധതിയാണ് ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഏകദേശം 220 സോളാർ പാനലുകൾ ക്രമീകരിച്ച് പള്ളിയുടെ തെക്കും വടക്കും വശത്തുമുള്ള കെട്ടിടങ്ങളിൽ അത് ഭംഗിയായി ക്രമീകരിച്ചിരിക്കുന്നു. അത് ഇന്ന് ലഭിക്കുന്നതിൽ ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യയിലാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. ഇടവകയെ സംബന്ധിച്ച് ഏകദേശം 1,65,000 രൂപ ഒരു മാസം കറണ്ട് ചാർജ് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ല് വരുന്നതാണ്. അപ്പോൾ ഒരു 3-4 വർഷം കൊണ്ട് ഇതിൻ്റെ മുടക്ക് മുതൽ മുഴുവൻ ക്രമീകരിക്കത്തക്ക രീതിയിലാണ് ഈ സോളാർ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു പദ്ധതി ആവിഷ്കരിക്കുമ്പം അതിന് വളരെ പ്രൊഫഷണലായ ഒരു പ്രൊസീജിയറുണ്ട്. ഒന്നാമത് നിലവിലിരിക്കുന്ന ഭരണസമിതി അതിനെക്കുറിച്ച് അന്വേഷിക്കും, പഠിക്കും. അതിനുശേഷം അതത് മേഖലകളിൽ ഏറ്റവും സമർത്ഥരായ ആളുകളെ കണ്ടുപിടിച്ച് അവരുടെ നല്ല ഉപദേശങ്ങൾ ഈ കാര്യത്തിൽ സ്വീകരിക്കും. നമ്മുടെ റബ്ബർ ബോർഡിൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ തോമസ് ബേബി വെള്ളുക്കുട്ട സെന്റ് തോമസ് പള്ളിക്ക് അടുത്ത് താമസിക്കുന്നു. അദ്ദേഹം ഈ കാര്യത്തിൽ വളരെയധികം നമ്മളെ സഹായിച്ചു. അതിനുശേഷം അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എല്ലാം ക്രമീകരിച്ച് പത്രത്തിൽ പരസ്യം ചെയ്ത് കൊട്ടേഷനുകൾ വാങ്ങി പല മേഖലകളിൽ വിവിധ തലങ്ങളിൽ വർക്ക് ചെയ്തിരുന്ന ആളുകൾ, പ്രത്യേകിച്ച് ഈ സോളാർ സിസ്റ്റം അത് പല സ്ഥലങ്ങളിൽ സ്ഥാപിച്ച വളരെ വിദഗ്ധരായ ഏകദേശം 7-8 പേരെ കൊട്ടേഷൻ തന്നു. ഓരോരുത്തരെയും വിളിച്ച് അവരുടെ സാങ്കേതിക വിദ്യ എത്രമാത്രം ഉണ്ട് വളരെ വ്യക്തമായി അവരുമായിട്ട് സംസാരിച്ച് ഓരോരുത്തർക്കും എത്ര നെഗോഷിയേറ്റ് ചെയ്യാൻ സാധിക്കും അതെല്ലാം മനസ്സിലാക്കിയാണ് ഇപ്പോൾ ഇത് ഭംഗിയായി ചെയ്തു തന്ന QRS എന്ന ഗ്രൂപ്പിനെ ഈ ജോലി ഏൽപ്പിച്ചത്. അതും നമ്മുടെ പ്രൊസീജിയർ അനുസരിച്ച് മാനേജിംഗ് കമ്മിറ്റിയിൽ ആലോചന നടത്തി അതിൻ്റെ എല്ലാ വിശദീകരണങ്ങളും പഠിച്ച് ഓരോ കൊട്ടേഷനും വ്യത്യസ്ത നിലകളിൽ അതിൻ്റെ ടാബുലേഷൻ നടത്തി പൊതുയോഗത്തിൽ സമർപ്പിച്ച് പൊതുയോഗത്തിൻ്റെ പൂർണ്ണമായ അംഗീകാരത്തോടെയാണ്. ഇത് മാത്രമല്ല, എല്ലാ പദ്ധതികളും അങ്ങനെ തന്നെയാണ് നിർവഹിക്കപ്പെടുന്നത്. ആ QRS ഗ്രൂപ്പും ഒരു വിതിൻ 2 months അവർ ഭംഗിയായി എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു. അതുപോലെ തന്നെ
ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും ഇവിടെ ചുമതലയുള്ള അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മന്ത്രിയുമൊക്കെ ഇതിനോടനുബന്ധമായ എല്ലാ കാര്യങ്ങളും വളരെ ത്വരിതഗതിയിൽ നടത്തി തരുവാൻ വേണ്ടി വേണ്ട നിർദ്ദേശങ്ങൾ നൽകി ഭംഗിയായി ക്രമീകരിക്കാൻ സാധിച്ചു. ഇത് നമ്മുടെ നാടിനും ഒരു മാതൃകയായി തീരട്ടെ, പള്ളിയുടെ ഭൗതിക വളർച്ചയ്ക്ക് ഏറ്റവും അനുഗ്രഹപരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിനുവേണ്ടി പരിശ്രമിച്ച എല്ലാവരോടുമുള്ള ബഹുമാനപ്പെട്ട ഡോക്ടർ തോമസ് ബേബി സാറ്, അതുപോലെ തന്നെ ബഹുമാന്യരായ ട്രസ്റ്റിമാരെ, സെക്രട്ടറി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, വന്യരായ വൈദിക സഹോദരങ്ങൾ, ഇത് ഇൻസ്റ്റോൾ ചെയ്ത QRS കമ്പനി, ഇവരെല്ലാവരോടുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. Yeah.